നമസ്കാരം. ഞാൻ ഡോക്ടർ സുമി. ഡോക്ടർ സുമീസ് ആയുർവേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെനോപോസിനെ കുറിച്ചാണ്, അതായത് ആർത്തവ വിരാമം. അപ്പോൾ അതിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ആർത്തവവിരാമത്തിൽ സാധാരണ കാണാറ്, ഏത് പ്രായത്തിലാണ് ആർത്തവവിരാമം സംഭവിക്കാറ്, അതിൽ എന്തൊക്കെ ആഹാരങ്ങൾ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതിൽ നമ്മുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്തൊക്കെ രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സാധാരണയായിട്ട് സ്ത്രീകളിൽ ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് ഇതിനുള്ളിലാണ് ആർത്തവിരാമം അഥവാ മെനോപോസ് ഉണ്ടാവുക. അത് നമ്മുടെ റെഗുലറായ ആർത്തവ ചക്രത്തിലുണ്ടാവുന്ന ക്രമം തെറ്റിയ ആർത്തവം കൊണ്ടോ, അതല്ല നമുക്ക് ചിലപ്പോൾ തന്നെ ഒരു മാസം ചിലർക്ക് 2 പ്രാവശ്യമെങ്കിലും മിനിമം ആർത്തവം കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആർത്തവ ചക്രത്തിൻ്റെ ചേഞ്ചസ് ചിലപ്പോൾ നമുക്ക് അത് മെനോപോസിലേക്ക് നയിക്കുന്നത് ആയിരിക്കാം. ചിലർക്ക് ഒരു 2-3 മാസം ആർത്തവം കണ്ടു, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസം കാണുന്നില്ല, ഇത് വീണ്ടും കാണുന്നു. അപ്പോൾ അതൊക്കെ ഒരു മെനോപോസിൻ്റെ സിംറ്റംസ് ആണ്. ചിലർക്കാണെങ്കിൽ 1 വർഷത്തോളം ഉണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേശ്ശെയായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇതെങ്ങനെ വായിച്ചാലും ഇത് ഒരു മെനോപോസിലേക്കുള്ള ഒരു നീക്കമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവവിരാമം സംഭവിക്കുന്നത്? അതെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസിൻ്റെ വ്യതിയാനം കൊണ്ട്, അല്ലേ? പ്രധാനമായും ഈസ്ട്രജൻ ഹോർമോൺ ലെവൽ കുറയും. അപ്പം അങ്ങനെയുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഈ മെനോപോസ് സാധാരണയായി സംഭവിക്കുന്നത്. പക്ഷേ ഇതോടുകൂടെ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം നമ്മൾ ഈ മെനോപോസിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനമായ കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാവരും പറഞ്ഞ പോലെ ഹോട്ട് ഫ്ലാഷസ്. എന്താണ് ഹോട്ട് ഫ്ലാഷസ്? ഒരു തീ കോരിയിട്ടുള്ള അവസ്ഥ. നമുക്ക് അത്യാവശ്യം ഒരു ചൂടൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കൂടുതലായിട്ട് വേർക്കാം, കൂടുതലായിട്ട് നമുക്കൊരു ടെൻഷൻ വരിക, കൂടുതലായിട്ട് മാനസിക പിരിമുറുക്കം വരിക, ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, കൂടാതെ കൂടുതലായിട്ട് ദേഷ്യം വരിക, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേഷ്യം വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരു മെനോപോസിലേക്ക് നീങ്ങുകയാണ് എന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് ബുദ്ധിമുട്ട് വരും. കൂടുതൽ പെട്ടെന്ന് നമുക്ക് മൂഡ് ചേഞ്ചസ് വരാറുണ്ട്, നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സ് വരാറുണ്ട്, കൂടുതൽ ചിലർക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാം. അറിയാം, നമുക്ക് കരിമംഗല്യം പോലെയൊക്കെ ഫേസിൽ വരാറുണ്ട്, സ്കിന്നിന് ചില കളറേഷൻസ് വരാറുണ്ട്. പിന്നെ ഇതിൽ ഹെയർ ലോസ്, കാരണം മുടി ധാരാളമായിട്ട് കൊഴിയാറുണ്ട്. പിന്നെ നമുക്കൊരു എന്താ പറയുക, വെജൈനൽ ഭാഗത്തൊക്കെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുക, സെക്ഷൽ കാര്യങ്ങളൊക്കെ ഒരു താല്പര്യം കുറയുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാവുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാം? കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ കൂടെ ഇത് ബാധിക്കും. അപ്പോൾ അതിന് നമുക്ക് ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് നോക്കാം. പ്രത്യേകിച്ച് നമുക്ക് ആയുർവേദ മെഡിസിൻസോ അതല്ല മറ്റ് മെഡിസിൻസോ ഒന്നും ഈ ആർത്തവിരാമ സമയത്ത് എടുക്കേണ്ടതില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് സപ്പോർട്ട് നമ്മൾ ഈ സമയത്ത് കൊടുക്കണം. കൂടുതലായിട്ട് പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ഡയറ്റ് നമ്മൾ കാര്യമായിട്ട് കഴിക്കണം. കൂടുതൽ പറഞ്ഞു, നമ്മൾ ഹോട്ട് ഫ്ലാഷസ് പോലെ കൂടുതലായിട്ട് ചൂടെടുക്കുക, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടത്തക്ക രീതിയിലുള്ള പ്രതിവിധിയായിരിക്കണം നമ്മുടെ ആഹാരവും അതുപോലെയുള്ള വിഹാരങ്ങളും. ആഹാരത്തോടെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ വരുന്നതായ വിഹാരങ്ങൾ. കാരണം ഒരു മെനോപോസ് മെനോപോസ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ SB ലെവൽ കുറയാൻ സാധ്യതയുണ്ട്, ബോഡിയിലെ കാൽഷ്യം ലെവൽ കുറയാം, മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫിസിക്കലി വരുന്ന ചേഞ്ചസ് ആണ്. എന്നാൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ സ്ത്രീകൾ പ്രാപ്തരായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഹാരം എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം. നമ്മൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് ശതാവരി കിഴങ്ങ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ശതാവരി കിഴങ്ങ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പച്ചയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നീരെടുത്ത് 1 ടീസ്പൂൺ പാലിൽ കലക്കി കഴിക്കാം. അതല്ല, ശതാവരിയുടെ പൗഡർ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. കൂടാതെ പാല് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ്. കൂവ എയർറൂട്ട് എല്ലാവർക്കും അറിയാം. ഇതുപോലെ കൂവനൂറ് എടുത്ത് വെള്ളം കലക്കിയിട്ടോ അത് കുറുക്കിയിട്ടോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ആഹാരത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ഈ പയറുവർഗ്ഗങ്ങളില്ലേ,
ചെറുപയർ അങ്ങനെയെല്ലാം നല്ലപോലെ മുളപ്പിച്ച് പ്രോട്ടീൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്ത രീതിയിൽ മുളപ്പിച്ച് കഴിക്കുന്നത്, അത് സാലഡായിട്ടോ ഒക്കെ കഴിക്കാം. കൂടാതെ കുക്കുംബർ പോലെയുള്ളവ ഗ്രീൻ സാലഡായിട്ടും കഴിക്കാം. കൂടാതെ ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാം. ധാരാളം ജലാംശമുള്ള പഴവർഗ്ഗങ്ങളാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം മിനിമം ഒരു 1 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ എങ്കിലും വെള്ളം നിർബന്ധമായിട്ടും സ്ത്രീകൾ ഈ കാലത്ത് കുടിച്ചിരിക്കണം. കാരണം ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് കൂടുതലായിട്ട് വേർക്കുന്നുണ്ട്. അപ്പോൾ വേർക്കുമ്പോൾ കൂടുതൽ ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധാരാളം വെള്ളം നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആഹാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ആഹാരം മാത്രം മതിയോ? അല്ല. കാരണം നമ്മുടെ ശരീരത്തോടൊപ്പം നമ്മുടെ മനസ്സും എന്തായിരിക്കണം? എൻഗേജ്ഡ് ആയിരിക്കണം. അപ്പോൾ ഒരുവിധം എല്ലാവരും റിട്ടയർമെൻറ്റ് ഏജൊക്കെ ആയിരിക്കും. ഈ ഒരു 50 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിട്ടയർമെൻറ്റിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ദേഷ്യം വന്നുകയോ അല്ല മാനസിക മുഖങ്ങളൊക്കെ വരുമ്പോഴോ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വരരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ നമ്മുടെ പാഷൻ, ആ പാഷനിലേക്ക് നമ്മൾ തിരിയാം. അത് ചിലപ്പോൾ റീഡിങ് ആയിരിക്കാം, ചിലപ്പോൾ ഗാർഡനിങ് ആയിരിക്കാം, ചിലപ്പം നമുക്ക് ചെറുതായ എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അത് പണ്ട് കാലത്ത് ചെയ്തതായിരിക്കാം. പക്ഷെ അതൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കും. ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും ആ ഓട്ടത്തിനിടയിൽ, അല്ലേ? പക്ഷേ ഇനി നമുക്കൊരു വിശ്രമകാലത്തിലേക്ക് നീങ്ങാം. അപ്പോൾ ആ വിശ്രമകാലത്തേക്ക് നീങ്ങുമ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കുറച്ച് എക്സസൈസ്, കുറച്ച് നടത്താവാം, കുറച്ച് യോഗ ആവാം. യോഗ എന്ന് വെച്ചാൽ നമുക്ക് ഹാർഡ് കോർ എക്സസൈസ് യോഗ ഒന്നും ചെയ്യണ്ട. പക്ഷേ നമുക്ക് മൈൻഡിന് റിലാക്സേഷൻ കിട്ടത്തക്ക രീതിയിലോ അതല്ല മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇൻവോൾവ് ആയിട്ട് ചിന്തിക്കണം. കാരണം നമ്മളെ മൈൻഡിനെ വെറുതെ ഇരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. എന്തെങ്കിലും വർക്ക് നമ്മുടെ മൈൻഡിന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ആ മൂഡ് ചേഞ്ച്, ആ സ്ട്രെസ്സ് അതൊക്കെ വളരെയധികം നമുക്ക് ആശ്വാസം ലഭിക്കാൻ വളരെ നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ ഇൻവോൾവ്മെൻറ്റ്. നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലും ആഹാരശൈലിയിലും ഒക്കെയുള്ള കാര്യങ്ങൾ പറയും. ഇനി ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് നമുക്കൊരു വൈദ്യസഹായം അതിന് തേടുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ നമ്മൾ ഒരു ആഫ്റ്റർ മെനോപോസ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഒന്നും കൂടി വ്യാകുലരാക്കാം. കാരണം പ്രോപ്പറായിട്ട് ഇൻ്റർവെല്ലിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. കാരണം ചിലപ്പോൾ നമുക്കൊരു ഈ ചേഞ്ചസ് ചിലപ്പോൾ ഡയബറ്റീസിനോ അതല്ല നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലോ ഒക്കെ ചിലരിൽ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ മാമോഗ്രാം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇടവേളകളിൽ ചെയ്യുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. അപ്പോൾ ഈ മെനോപോസ് എല്ലാവരും കുറച്ച് ആനന്ദകരമാക്കി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ മെനോപോസിനെ ധൈര്യപൂർവ്വം ഒരു ആനന്ദപരമായിട്ട് തന്നെ നമുക്കതിനെ നേരിടാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.